ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാ വീടുകളിലും സുലഭമായി കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഇരുമ്പമ്പുളി. ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക എല്ലാ വീടുകളിലും ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം കറിയിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ആരും മൈൻഡ് ചെയ്യാറില്ല. അത് അവിടെ കിടന്ന് പഴുത്ത് ചീഞ്ഞ് ആ മരം നിൽക്കുന്ന ഭാഗം എല്ലാം അഴുക്കായി പോകാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ ഇരുമ്പമ്പുളി ഒന്ന് രണ്ട് പീസ്, ഒരു പുളി 2 പീസാക്കിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വേണം നമുക്ക് അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ എല്ലാം ഇരുമ്പമ്പുളിയും നല്ലപോലെ പീസാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്ത പുളിയിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കാം. ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്പൂണിലൊന്നും എടുക്കുന്നില്ല, ഒരു സ്പൂൺ അളവിൽ ഒരു വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ വീട്ടിലെ എന്ത് സാധനങ്ങൾ, കിച്ചണിലെ എന്ത് സാധനം ക്ലീൻ ചെയ്യാനും നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ക്ലീനിങ് ലിക്വിഡാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ ചായപാത്രമാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലും ചായപാത്രങ്ങളിലെല്ലാം ഇതുപോലെ ബാക്കിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവുമല്ലോ, കളർ മാറി ഒരു യെല്ലോയിഷ് കളറൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ഇത് വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ലപോലെ പറ്റിപ്പിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടണം കേട്ടോ. എല്ലാ സൈഡിലും നല്ലപോലെ പറ്റിച്ചെടുക്കുക. അപ്പോൾ അഴുക്കുള്ള ഭാഗത്തുള്ള നല്ലപോലെ ഇതങ്ങ് പറ്റിച്ചെടുത്തിട്ട് ഇതിനൊരു 10 മിനിറ്റ് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഭാഗവും പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്ക് നമ്മുടെ സിങ്ക് ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ സിങ്കിലും ഇതുപോലെ എല്ലാ സൈഡിലും തേച്ച് കൊടുത്ത ശേഷം നല്ലപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ അങ്ങ് ഉരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റുള്ളൊരു സംഭവമാണ്. വെറുതെ നമ്മുടെ വീടുകളിൽ ചീഞ്ഞളിഞ്ഞ് പോകുന്ന ഒരു സംഭവമാണ്. ഇതിന് നമുക്ക് വേറെ ചിലവൊന്നുമില്ല. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒട്ടുമിക്ക എല്ലാ പാത്രങ്ങളും, വാഷ് ബേസിനായാലും എല്ലാ കിച്ചൺ ടൈലുകളായാലും കിച്ചണിലെ എല്ലാ സംഭവവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലാസ്സുകളും പാത്രങ്ങളും എന്താണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ സിങ്കും ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സിങ്കിലെ എല്ലാ സൈഡും നല്ലപോലെ നമ്മൾ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, സിങ്ക് കിടന്ന് തിളങ്ങുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെറാമിക് കപ്പുകളുണ്ടല്ലോ, നമ്മൾ ചായ കുടിക്കുന്ന കപ്പുകൾ. ഈ കപ്പുകളിലും നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിക്കുന്നതെങ്കിൽ നല്ലപോലെ അതിൻ്റെ അടിഭാഗത്ത് അഴുക്ക് പറ്റിയിട്ടുണ്ട്, ഒരു കറ പിടിച്ചിട്ടുണ്ടാവും. ഈ കറ എങ്ങനെ നീക്കാമെന്നാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ കപ്പിൽ തന്നെ കൊടുക്കുമ്പം നമുക്കൊരു മോശക്കേട് പോലെയാണ്. ഒരു കറ പിടിച്ച ഗ്ലാസ്സിലൊക്കെ കൊടുക്കുമ്പം ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഇതും നല്ലപോലെ നമുക്ക് ആ കറയെല്ലാം പോയി നല്ല നീറ്റ് ആൻഡ് വൈറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സെറാമിക് കപ്പുകളും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ സംഭവങ്ങളും പറ്റും. ഞാനിപ്പോൾ 1-2 സംഭവമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ മാറ്റി വെച്ച പാത്രത്തിലെ ബാക്ക് സൈഡ് ഒന്ന് ഉരച്ച് കൊടുക്കാം. ഞാൻ അത്ര ഹാർഡായിട്ടൊന്നും ഉരച്ചെടുക്കുന്നില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് മാത്രമേ ഉരയ്ക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പാത്രത്തിൻ്റെ ബാക്ക് ഭാഗം. ഇത് നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളായാലും ചട്ടിയാണെങ്കിലും ഈ ദോശപാത്രമാണെങ്കിലും ദോശ ഉണ്ടാക്കുന്ന ചട്ടിയാണെങ്കിലും എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് വാഷ് ചെയ്തപ്പോൾ കണ്ടോ, അതിൽ ആ പറ്റി പിടിച്ചിരുന്ന മഞ്ഞക്കറയെല്ലാം പോയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ പാത്രത്തിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ക്ലീനിങ് ലിക്വിഡാണ്. നമ്മുടെ കിച്ചണിൽ എല്ലാ സംഭവവും, കിച്ചണിൽ മാത്രമല്ല ബാത്റൂമിലായാലും ടൈലുകളാണെങ്കിലും പൈപ്പുകളാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.